നിയമസഭയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് എംഎൽഎമാരുടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സഭാധ്യക്ഷൻ ഇന്ന് പ്രോട്ടേം സ്പീക്കർ കൂടിയായ ജി സുധാകരനാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നവാഗതരായ സഭാംഗങ്ങളടക്കം ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളും അവിടെ സന്നിഹിതരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം വി അബ്ദുൽ ഗഫൂർ, മുസ്ലിം ലീഗിന്റെ MLA, കളമശ്ശേരിയിൽ പി രാജീവിനെ പരാജയപ്പെടുത്തി. അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രണ്ടാം അംഗത്തിൽ കളമശ്ശേരിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. പി രാജീവ് മുൻ മന്ത്രിയെ പരാജയപ്പെടുത്തി. എറണാകുളത്ത് നിന്ന് ലീഗിന്റെ പ്രതിനിധി മന്ത്രി, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് കൂടിയാണ്. പ്രോട്ടേം സ്പീക്കർ കൂടിയായ ജി സുധാകരന്റെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ. നിയമസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അബ്ദുല്ല എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പാറയ്ക്കൽ അബ്ദുള്ള ലീഗിന്റെ MLA ആണ്. അബ്ദുള്ള സത്യപ്രതിജ്ഞ അധികാരമേൽക്കുന്നു. ഇടയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചിരുന്നു. പക്ഷേ ടേം വ്യവസ്ഥയിൽ ഒരു പക്ഷേ അബ്ദുൽ ഗഫൂറിന് ശേഷം പാറയ്ക്കൽ അബ്ദുള്ള മന്ത്രിയായേക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത്തരമൊരു വ്യവസ്ഥ ഉണ്ട് എന്നും ലീഗ് വ്യക്തമാക്കിയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും പാറയ്ക്കൽ അബ്ദുള്ള MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. രണ്ടാമത്തെ അഭിജിത്ത്. അഭിജിത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അഭിജിത്ത് നിയമസഭയിലേക്ക് കന്നി പ്രവേശനമാണ്. KSUവിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയ രംഗത്ത് കടന്നുവന്ന് അഭിജിത്തിന്റെ വിജയം, ഇത്തവണ തിളക്കമാർന്ന വിജയം നേടിയ അഭിജിത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. വളരെ വേഗത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അബ്ദുൽ ഗഫൂറാണ്. അതിനുശേഷം ഒരു നടപടിക്രമമുണ്ട്. നേരത്തെ പറഞ്ഞ അക്ഷരമാല ക്രമത്തിലാണ്. അബ്ദുൽ ഗഫൂർ, പാറയ്ക്കൽ അബ്ദുള്ള, KM അഭിജിത്ത്, അടുത്തത് ആബിദ് ഹുസൈൻ തങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആബിദ് ഹുസൈൻ തങ്ങൾ, ലീഗിൻ്റെ പ്രതിനിധി കൂടിയായ ആബിദ് ഹുസൈൻ തങ്ങൾ, ലീഗിൻ്റെ 22 MLA-മാരിൽ ഒരാളാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
ആബിദ് ഹുസൈൻ തങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് MLA സ്ഥാനം ഏറ്റെടുത്തു. നേരത്തെ പറഞ്ഞപ്പോൾ ലീഗിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ഇനിയും വരുന്നത് അബിൻ വർക്കിയാണ്. അബിൻ വർക്കി ആറന്മുളയിൽ നിന്ന് വീണ ജോർജിനെ പരാജയപ്പെടുത്തി MLA ആയ കോൺഗ്രസിൻ്റെ പുതുമുഖ MLA കൂടിയാണ് അബിൻ വർക്കി. KSUവിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അബിൻ വർക്കി കോടിയാട്ട് സെക്രട്ടറിയൊക്കെ ആയി ചുമതല വഹിച്ച അബിൻ വർക്കി ഇപ്പോൾ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് തൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു. അബിൻ വർക്കി കോടിയാട്ട്. മൂന്നോ നാല് വരികളിൽ മാത്രം ഒതുക്കിയാണ് സത്യപ്രതിജ്ഞ. അബിൻ വർക്കി കോടിയാട്ട് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിന് നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സി അജയപ്രസാദ് സത്യപ്രതിജ്ഞ ചെയ്ത് MLA സ്ഥാനം ഏറ്റെടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആൽഫബറ്റിക് ഓർഡറിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടാവുക. അക്ഷരങ്ങളിൽ സി അജയപ്രസാദ് വരുന്നു. അതിനുശേഷം NK അക്ബർ വരും. പിന്നീട് മഞ്ഞളാംകുഴി അലിയിലെ ആണ്, അലിയുടെ ആണ് എടുത്തിരിക്കുന്നത്. പിന്നീട് OS അംബിക, GR അനിൽ, AP അനിൽകുമാർ, അനൂപ് ആന്റണി, അൻവർ സാദത്ത്, അബു ജോൺ ജോസഫ്, അരുൺകുമാർ, ആര്യാടൻ ഷൗക്കത്ത്, AKM അഷ്റഫ്, TP അഷ്റഫ് അലി എന്നിവർ 18ഓളം MLA-മാർ ഈ ആൽഫബറ്റിക് ഓർഡറിൽ വെച്ച് തുടങ്ങുന്ന 18 MLA-മാരുണ്ട്. ഈ 18 MLA-മാർ സത്യപ്രതിജ്ഞയാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ വന്നത് ശ്രീ സി അജയപ്രസാദ്. സി അജയപ്രസാദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവമാണ് അജയപ്രസാദ് പ്രതിജ്ഞ ചെയ്ത് അധികാരം MLA സ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. സി അജയപ്രസാദ് സത്യപ്രതിജ്ഞ 6ാമത്തെ ആൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചടങ്ങിന് മുൻപ് നിയുക്ത MLA-മാർ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. വി ജോയി അദ്ദേഹം പറഞ്ഞത് ദ റിയൽ മലപ്പുറം സ്റ്റോറിയാണ് തവനൂരിലെ